നമ്മളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് ധാരാളം പെയ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം. അത്തരത്തില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ആണ് തിരുവല്ലാമലയുള്ള വിജേഷ്. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്, നാട്ടിലെ തിരുവല്ലാമലയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളെ ഒന്ന് കൃത്യമാക്കുന്നതിനായിട്ട് ചില നിർദ്ദേശങ്ങൾ എനിക്ക് പലപ്പോഴായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2-3 വർഷമായിട്ട് അദ്ദേഹം നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള മെമ്പറാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വെച്ച് മീറ്റ് ചെയ്യണ്ടായി. മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഡയറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഡയറി. ആ ഡയറി അദ്ദേഹം എനിക്ക് കാണിച്ചത് ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡയറിയിൽ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ അദ്ദേഹത്തിന് നിക്ഷേപങ്ങളുണ്ട്, എന്തിലൊക്കെ നിക്ഷേപമുണ്ട്, എത്ര രൂപയൊക്കെ ഉണ്ട്, ഏതൊക്കെ അക്കൗണ്ടുകളുണ്ട്, അതിന്റെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് അതിന്റെ കോൺടാക്റ്റിന്റെ ആളുകൾ, അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ അതിലുണ്ടായിരുന്നു. അത് മാത്രമല്ല എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അതിന്റെ അവസാനത്തെ ഒരു പേജിൽ റുപ്പിമംഗിന് വേണ്ടിയും ഒരു പേജ് ഉണ്ടായിരുന്നു. റുപ്പിമംഗ് കോൺടാക്ട് നമ്പർ എന്ന് വരെയാണ് പെയ്ഡ് മെമ്പർഷിപ്പ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പലർക്കും ഇല്ലാത്ത ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മുടെ ഫാമിലിയെ കൃത്യമായിട്ട് അറിയിക്കേണ്ടത്, അത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അവരും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് ആർക്കും അറിയില്ല നാളെ എന്തൊക്കെയാണ് നമ്മളുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പേപ്പറുകളോ അല്ലെങ്കിൽ പുസ്തകമോ ഒരു ഡയറിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അറിയിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ പേജിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ എന്നൊക്കെയാണ് അതൊക്കെ എക്സ്പയർ ആവുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താം. രണ്ടാമത്തെ പേജിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഏതൊക്കെ ബാങ്കുകളിൽ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ട്, അതിന്റെ അക്കൗണ്ട് നമ്പറുകൾ എത്രയാണ്, അതിന്റെ നോമി ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എവിടെയൊക്കെ ഉണ്ട്, അതിപ്പോ ഈ ബാങ്കിൽ അല്ലെങ്കിൽ KSFE-യിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളിൽ അല്ലെങ്കിൽ ചെറുകിട ബാങ്കുകളിലൊക്കെ ഉള്ള ഇതിന്റെ ഡീറ്റെയിൽസ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്ന് എത്ര രൂപ എത്ര കാലത്തേക്ക് എത്ര ശതമാനം പലിശയിൽ ഇട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. മറ്റൊരു പേജിൽ നിങ്ങൾക്ക് NCD-കളും ബോണ്ടുകളും എവിടെയൊക്കെയുള്ള ഏതൊക്കെ സ്ഥാപനങ്ങളുടെ NCD-കളാണ്, ഏതൊക്കെ സ്ഥാപനങ്ങളുടെ ബോണ്ടുകളാണുള്ളത്, അത് എത്ര കാലത്തേക്കുള്ള ബോണ്ടാണ്, എങ്ങനെയാണ് അതിന്റെ പലിശ കിട്ടുന്നത്, ഏത് അക്കൗണ്ടിലേക്കാണ് പലിശ വരുന്നത്, ഏത് സമയത്താണ് പലിശ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. മറ്റൊരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ, ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അത് ലംസമായിട്ട് അടയ്ക്കുന്നതാണോ അല്ലെങ്കിൽ മാസാമാസം അടയ്ക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതിന്റെ ഏറ്റവും അവസാനത്തെ വില എത്രയായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്താം. അതിന്റെ ഫോളിയോ നമ്പർ രേഖപ്പെടുത്താം. ഇതെല്ലാം രേഖപ്പെടുത്താം. പിന്നെ അടുത്തൊരു പേജിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഷെയറുകൾ ഉണ്ട്, അത് ഏത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്, ഏത് ഡിമാറ്റ് അക്കൗണ്ടിലാണ്, ആ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, ഏത് സ്ഥാപനത്തിലാണ് ഉള്ളത്, അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ്, അത് നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ലോഗിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോണുകൾ ഏത് ബാങ്കിൽ നിന്ന് എത്ര രൂപയുടെ എത്ര കാലത്തേക്ക് എത്ര പലിശ നിരക്കിൽ ഉള്ള ലോണുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ മറ്റുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടോ ഡിജിറ്റൽ ഗോൾഡ് ബോണ്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താം. പിന്നെ സ്ഥലങ്ങൾ, എവിടെയൊക്കെ നിങ്ങൾക്ക് സ്ഥലങ്ങളുണ്ട്, അതിന്റെ ആധാരത്തിന്റെ നമ്പറുകൾ, ആധാരത്തിന്റെ കോപ്പികൾ എവിടെ ഇരിക്കുന്നു, അതിന് ആധാരത്തിന്റെ ലോൺ ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മറ്റുള്ള സർവീസുകൾ, റുപ്പിമംഗ് പോലുള്ള സർവീസുകൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർവീസുകൾ അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ, അവരെന്തൊക്കെ ഡയറക്ഷൻസ് ആണ് തന്നത് എന്നുള്ളത് രേഖപ്പെടുത്താം. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇൻഷുറൻസുകൾ, ഏതൊക്കെ ഇൻഷുറൻസുകൾ ചേർന്നിട്ടുണ്ട്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടേം ലൈഫ് ഇൻഷുറൻസ് ചേർന്നിട്ടുള്ളത്, എന്നാണ് അടയ്ക്കുന്നത്, എത്ര രൂപയാണ് അടയ്ക്കുന്നത്, പോളിസി നമ്പർ എത്രയാണ്, അത് ഏത് കമ്പനിയുടെയാണ്, ഏത് പോളിസിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ ഫാമിലി ഫ്ലോട്ടർ മെഡിക്കൽ ഇൻഷുറൻസുകൾ ചേർന്നിട്ടുണ്ടെങ്കിലോ ഇൻഡിവിജ്വൽ മെഡിക്കൽ ഇൻഷുറൻസുകൾ ചേർന്നിട്ടുണ്ടെങ്കിലോ അതിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താം. പാരന്റ്സിന്റെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ പേജുകളിലായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു 10-20 പേജിൽ നിങ്ങളുടെ മൊത്തം ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ പേഴ്സണലി എന്റെ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ ആയിട്ടുള്ള വിജേഷിന്റെ ആ ഒരു ഡയറി കണ്ടപ്പോൾ എനിക്ക് വളരെ ഞാൻ മോട്ടിവേറ്റഡ് ആയി. ആ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ഇങ്ങനെ ഡയറിയിൽ രേഖപ്പെടുത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരം. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്, കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിൽ പറയുന്നത് ഇങ്ങനെ ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് പാസ് ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധാരാളം പൈസകൾ, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോയതിന്റെ ചില കാര്യങ്ങളാണ് ഈ 2 വീഡിയോകൾ കാണുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്.